മലേഷ്യയിലെ പുത്രജയിലുള്ള പ്രശസ്തമായ സേരി വാവാസൻ പാലത്തിലൂടെ യാത്രയിലാണ് ഞാനിപ്പോൾ. നേരെ പോകുന്ന പുത്രജയിലെ പിങ്ക് പള്ളി കാണാൻ. ഒരു കപ്പലിൻ്റെ പായയോട് സാദൃശ്യമുള്ള ആധുനികവും ഫ്യൂച്ചറിസ്റ്റിക്കുമായ ഡിസൈനാണ് ഈ പാലത്തിന് നൽകിയിട്ടുള്ളത്. പുത്രജയിലുള്ള കൃത്രിമ തടാകത്തിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രസിൻകിറ്റ് 2നെയും ജനവാസ കേന്ദ്ര മേഖലയായ പ്രസിൻകിറ്റ് 8നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. മലേഷ്യയുടെ ഭരണസിരാ കേന്ദ്രമായ പുത്രജയിലെ വിഖ്യാതമായ പുത്രപള്ളി, പുത്ര മോസ്ക് അഥവാ പിങ്ക് പള്ളിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. മലേഷ്യ മണ്ണിൽ വിമാനമിറങ്ങിയ ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുന്ന എങ്ങോട്ടാണെന്നല്ലേ, കോലാലംപൂരിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 20-30 മിനിറ്റ് ദൂരമുള്ള മലേഷ്യയുടെ അത്യാധുനിക ഭരണസിരാ കേന്ദ്രമായ പുത്രജയിലേക്കാണ്. പുത്രജയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു തമിഴ് അല്ലെങ്കിൽ ഇന്ത്യൻ രാജാവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ഈ പേര് വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണെങ്കിലും തമിഴിലും മലായ് ഭാഷയിലും ഇത് സമാനമായ അർത്ഥമാണ് ഉള്ളത്. പുത്ര എന്നാൽ മകൻ എന്ന അല്ലെങ്കിൽ രാജകുമാരൻ, ജയ എന്നാൽ വിജയം എന്നുള്ളത്. മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന തുങ്കു അബ്ദുൾ റഹ്മാൻ പുത്ര അൽ ഹാജിന്റെ സ്മരണാർത്ഥമാണ് 1994 ഈ നഗരത്തിന് പുത്രജയ എന്ന പേരിട്ടത്. മലായ് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് പേരിനൊപ്പമുള്ള പുത്ര എന്ന വാക്കാണ് നഗരത്തിന് നൽകിയത്. ഇനി ഇന്ത്യയുമായിട്ട് മലേഷ്യയുടെ ബന്ധം എന്നെന്ന് ചിന്തിച്ചാൽ ചോള രാജാക്കന്മാരുടെ മലേഷ്യൻ അധിനിവേശമാണ്. മലേഷ്യയിലെ തമിഴ് ഭരണ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും പ്രശസ്ത ചോള രാജാവായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ തെക്കുകിഴക്കൻ ഏഷ്യൻ പടയോട്ടങ്ങളാണ്. 11ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം പുരാതന മലേഷ്യയെ വളരെയധികം സ്വാധീനിച്ചു. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെയും വീരരാജേന്ദ്ര ചോളൻ്റെയും കീഴിൽ ചോള നാവികസേന ശ്രീ വിജയ സാമ്രാജ്യത്തിനെതിരെ വൻതോതിലുള്ള പ്രചരണങ്ങൾ നടത്തി. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നത്. മസ്ജിദ് പുത്ര അല്ലെങ്കിൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട പിങ്ക് മോസ്ക്. ഇപ്പോൾ തന്നെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന റോസ് പൂ പോലെ തോന്നും ഈ പിങ്ക് പള്ളി. 1996 അന്നത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മഹാതീർ മുഹമ്മദിൻ്റെ ദീർഘവീക്ഷണത്തിലാണ് ഈ നഗരവും ഈ പള്ളിയും പണിയാൻ തുടങ്ങുന്നത്. മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന തുങ്കു അബ്ദുൾ റഹ്മാൻ പുത്ര അൽ ഹാജിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിന് പുത്ര മോസ്ക് എന്ന് പേരിട്ടതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഏകദേശം 250 മില്യൺ മലേഷ്യൻ റിംഗറ്റ് ചെലവഴിച്ച് 3 വർഷം കൊണ്ട് പണിതീർത്ത ഈ വിസ്മയം 1994 പൊതുജനങ്ങൾക്കായി പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുത്തത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുത്രജയ എന്ന പ്രദേശം പണ്ടൊരു കാട് മാത്രമായിരുന്നു. പിന്നീട് പ്രാങ് ബസാർ എന്ന പേരിൽ ഇതൊരു റബ്ബർ തോട്ടമായി മാറി. 1990കളിൽ മാത്രമാണ് ഇതൊരു ആധുനിക നഗരമായി വികസിപ്പിച്ചത്. അതിനാൽ പുത്രജയ എന്ന നഗരത്തിന് ഒരു പ്രത്യേക തമിഴ് രാജാവുമായി നേരിട്ട് ചരിത്രബന്ധമില്ല. ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മലേഷ്യയുടെ ഭരണസിരാ കേന്ദ്രമായ പുത്രജയിലെത്തിയിരിക്കുകയാണ്. എൻ്റെ തൊട്ടുമുന്നിൽ നിങ്ങൾ കാണുന്ന ഈ അത്ഭുതം കണ്ടോ? ഇതാണ് ലോകപ്രശസ്തമായ പുത്രജ മസ്ജിദ് അഥവാ പിങ്ക് മോസ്ക്. ഒരു തടാകത്തിന് മുകളിൽ ഒഴുകി നടക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന റോസ് നിറത്തിലുള്ള ഗ്രാനൈറ്റിൽ തീർത്ത ഒരു അത്ഭുത നിർമ്മിതി. മലേഷ്യയിൽ വന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര പൂർണ്ണമാകില്ല. അടുത്ത 10 മിനിറ്റിൽ ഈ മനോഹരമായ പള്ളിയുടെ ചരിത്രവും ഇതിൻ്റെ ഉള്ളിലെ അത്ഭുതപ്പെടുത്തുന്ന വിശേഷങ്ങളും നമുക്ക് ഒന്നിച്ചു കാണാം. പുത്രജയ മോസ്കിൻ്റെ ഫ്രണ്ടിലൂടെ യാത്രയിലൊരു ഫോട്ടോഷൂട്ടിലാണ്. ഒയാസിസ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഹെവി സണ്ണാണ്, അതുകൊണ്ട് പള്ളിയുടെ തൊട്ടുമുന്നിലുള്ള വിശാലമായ ഒരു പൊതുമൈതാനമാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്രധാനപുത്ര എന്ന് പറയുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് സമുച്ചയമാണ്. അവിടെയുള്ള മലേഷ്യൻ പതാകകളും മനോഹരമായ ജലധാരകളും നിറഞ്ഞ വീഥി കാണാം. ഈ പള്ളിയുടെ വാസ്തുവിദ്യ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. പേർഷ്യൻ, ഇസ്ലാമിക്, മലായ് ശൈലികൾ ഒത്തുചേരുന്നൊരു പ്രത്യേക ഡിസൈനാണിതിന്. ഇതിൻ്റെ പ്രധാന ആകർഷണം ആ റോസ് നിറം തന്നെയാണ്. മരുഭൂമിയിലെ മണലിൻ്റെ നിറമുള്ള റോസ് ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ഒരേ സമയം 15,000 പേർക്ക് ഇവിടെ പ്രാർത്ഥന നടത്താൻ സാധിക്കും. പള്ളിയുടെ പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശനമില്ല. വലതു വഴിയിലൂടെ പോയാൽ അകത്തേക്ക് പ്രവേശിക്കാമെന്ന് സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മുന്നോട്ട് നടന്നു. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. സന്ദർശിക്കാൻ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതില്ല. എന്നാൽ പ്രാർത്ഥന സമയത്ത് പള്ളിയിലേക്ക് പ്രവേശനമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് വഴിയിലൂടെ വേണം ഉള്ളിലേക്ക് എത്താൻ. ചുവപ്പും പിങ്കും നിറത്തിലുള്ള നമ്മുടെ നാട്ടിലെ പർദ്ദ പോലുള്ള ഡ്രസ്സുകളിട്ട് കുറച്ചു പേർ മുന്നോട്ട് നടന്നു വരുന്നത് കണ്ടു. ഇതാണ് റോബ്. ഈ റോബുകൾ ധരിച്ചാലേ സ്ത്രീകൾക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശനം നൽകുള്ളൂ. ഈ റോബുകൾ എന്ന് പറഞ്ഞാൽ പർദ്ദ പോലെ തന്നെ തല മുതൽ കാല് വരെ പൂർണ്ണമായി ശരീരം മൂടിയിട്ടുള്ള ഡ്രസ്സാണ്. ഈ റോബുകൾ സൗജന്യമായി കിട്ടുന്ന ഒരു കൗണ്ടർ തന്നെയുണ്ട്. ആ കൗണ്ടറിലേക്ക് പോകുവാൻ വേണ്ടിയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി മുന്നിൽ തന്നെ നിൽക്കുന്നത്. എന്നാൽ പുരുഷന്മാർക്ക് മാന്യമായ വസ്ത്രം ധരിക്കാം. ഷോർട്ട്സോ ടാങ്ക് ടോപ്പുകളോ പാടില്ല എന്ന് വിവരിക്കുകയാണ് ഞങ്ങളുടെ ടൂർ മാനേജർ ഇംതിയാസ് ഭായ്. ഷൂകളും മറ്റു പാദരക്ഷകളും അടുക്കും ചിട്ടയോടെ വയ്ക്കുവാൻ വേണ്ടി റാക്കുകൾ ഇവിടെ സജ്ജമാണ്. അതുപോലെ തന്നെ ചെറിയ സ്നാക്ക് ബാറും മലേഷ്യയിലെത്തുന്ന സഞ്ചാരികൾക്ക് സിമ്മം തൊട്ട് എല്ലാ എസൻഷ്യൽസ് കാര്യങ്ങളും കിട്ടുന്ന ട്രാവലർ മാർട്ടും ഈ പള്ളിയുടെ മുന്നിൽ സജ്ജീകരിച്ചിരിക്കുന്നു. പള്ളിമുറ്റത്തു നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ വലിയൊരു താഴികക്കുടം ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ചെയ്തിരിക്കുന്ന ഗ്ലാസ് വർക്കുകളും മനോഹരമായ കുത്തുപണികളും അറബിക് കാലിഗ്രാഫിയും ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്നതാണ്. പകൽ വെളിച്ചത്തിൽ ഈ പിങ്ക് നിറം തടാകത്തിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ കാണുന്ന കാഴ്ച വിവരിക്കാൻ വാക്കുകളില്ല. മുറ്റത്തു തന്നെ ഏകദേശം 116 മീറ്റർ ഉയരമുള്ള ഈ മിനാരമാണ് ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതികളൊന്ന്. ഇസ്ലാമിലെ 5 തൂണുകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ 5 തട്ടുകളായാണ് ഈ മിനാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പള്ളിയുടെ പുറത്തു നിന്നുള്ള ഭംഗി കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിൻ്റെ ഉൾവശം അതിനേക്കാൾ മനോഹരമാണ്. വശ്യമായ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം.
പള്ളിയുടെ ജനലുകളിൽ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക സ്റ്റെയിൻ ഗ്ലാസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലൂടെ സൂര്യപ്രകാശം മരിച്ചെത്തുമ്പോൾ ഉള്ളിൽ വിരിയുന്ന പ്രകാശവിന്യാസം കാണേണ്ടത് തന്നെയാണ്. പേർഷ്യൻ ശൈലിയിലുള്ള മിഹ്റാബും മലേഷ്യൻ തനത് തടിയിൽ തീർത്ത മിൻബറും ഈ പള്ളിയുടെ ഉൾവശത്തിന് മാറ്റുകൂട്ടുന്നു. മിഹ്റാബ് എന്നാൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഇമാമി നിൽക്കുന്ന ഇടമാണ്. പേർഷ്യൻ ഇസ്ലാമിക് ശൈലിയുള്ള അതിമനോഹരമായ ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് ഈ ഭാഗം അലങ്കരിച്ചിരിക്കുന്നു. മിൻബർ എന്നാൽ ഇമാം പ്രസംഗം നടത്തുന്ന തടിയിലുള്ള പീഠം. മലേഷ്യയിൽ തനത് തച്ചുശാസ്ത്ര ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് പ്രത്യേകം നെയ്തെടുത്ത പരവതാനിയും പ്രകൃതിദത്തമായ വായുസഞ്ചാരവുമെല്ലാം ഈ പ്രാർത്ഥനാ ഹാളിൽ ഒരു പ്രത്യേക ശാന്തത നൽകുന്നുണ്ട്. മലേഷ്യയിൽ പോകുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് പുത്രജയ പള്ളിയുടെ ഉൾക്കാഴ്ച. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും സമാധാനവും ലഭിക്കട്ടെ എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്നു. അടുത്ത യാത്രയ്ക്കൊരുങ്ങാനായി.